നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയുടെ സൈനിക ഇടപെടലുകളെ വിമർശിച്ചവർ ഇക്കാര്യങ്ങൾ തിരിച്ചറിയുക. 2021 ഏപ്രിലിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത് ഈ വരുന്ന സെപ്റ്റംബറോടെ മുഴുവൻ അമേരിക്കൻ നാറ്റോ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുമെന്നായിരുന്നു. അഫ്ഗാൻ സൈന്യത്തിന് തുണയായി US സൈന്യത്തിന്റെ ഒരു വിഭാഗമെങ്കിലും അവിടെ തന്നെ തുടരണം എന്ന പെന്റഗണിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ജോ ബൈഡൻ ഇത്തരമൊരു കടുത്ത നിലപാടെടുത്തത്. ഒടുവിൽ നിരുപാധിക പൂർണ്ണ സേനാ പിന്മാറ്റത്തിന് US ഉത്തരവിട്ടു. ഒടുവിൽ സൈനിക നേതൃത്വം തീരുമാനിച്ചത് സെപ്റ്റംബർ വരെ കാത്തുനിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് സേനാ പിന്മാറ്റം പൂർത്തിയാക്കണമെന്ന്. ഈ മാസം പകുതിയോടെ മുഴുവൻ US സൈനികരും അഫ്ഗാൻ മണ്ണിൽ നിന്ന് വിമാനം കയറുന്നു. കാബൂളിനു സമീപത്തെ തങ്ങളുടെ ഏറ്റവും വലിയ വ്യോമസേനാ താവളമായ ബാഗ്രാം US സൈന്യം ഒഴിഞ്ഞത് കഴിഞ്ഞയാഴ്ചയാണ്. കാബൂളിലെ US എംബസിയുടെ കാവലിനുള്ള US സൈനികർ മാത്രമാകും ഇനി അഫ്ഗാനിസ്ഥാനിൽ ബാക്കിയാവുക. കടുത്ത ഏറ്റുമുട്ടലിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന താലിബാനുമായി കൂടുതൽ ഏറ്റുമുട്ടലുകൾ നടത്തി വരും ദിവസങ്ങളിൽ തങ്ങളുടെ സൈനികരിൽ കൂടുതൽ പേർക്ക് അപകടം വരുത്തിവെക്കേണ്ട എന്ന് അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞു. ട്രംപ് ഭരണകൂടമായിരുന്നു അഫ്ഗാൻ സർക്കാരിനെ പോലും ഒഴിവാക്കി നേരിട്ട് താലിബാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടത്. അൽ-ഖ്വയ്ദയടക്കം US സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഭീകര സംഘടനകൾക്ക് അഫ്ഗാൻ മണ്ണിൽ താവളമോ സഹായമോ താലിബാൻ നൽകില്ല എന്ന ഉറപ്പിലായിരുന്നു ആ കരാർ. US സേനയുടെ പൂർണ്ണ പിന്മാറ്റത്തിന് ശേഷം അഫ്ഗാൻ മണ്ണിൽ ഒരു ആഭ്യന്തര യുദ്ധമുണ്ടായാൽ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചും ഈ കരാറിൽ ഒരു വ്യവസ്ഥയുമില്ല. US-ന്റെ റിപ്പർ ഡ്രോൺ അടക്കം പോർവിമാനങ്ങളുടെ സഹായം ഇനിയും അഫ്ഗാൻ സേനയ്ക്ക് US നൽകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ആഭ്യന്തര ഭീഷണി നേരിടാനുള്ള കരുത്ത് അഫ്ഗാൻ സൈന്യത്തിനുണ്ട് എന്ന് US വിലയിരുത്തുന്നതിൽ വലിയ വാസ്തവമില്ല. 2011 അഫ്ഗാൻ മണ്ണിലേക്ക് പറന്നിറങ്ങിയത് ഏകദേശം 1 ലക്ഷത്തോളം US സൈനികരായിരുന്നു. ഒടുവിൽ ട്രംപിന്റെ കാലമെത്തിയപ്പോൾ എണ്ണം 3500-ലേക്ക് താന്നു. നാറ്റോ സൈനികരും അഫ്ഗാൻ മണ്ണ് വിട്ടുപോവുകയാണ്. ഏറ്റവും ഒടുവിൽ ജർമ്മനിയുടെ 1100 സൈനികർ മെയ്യിൽ അഫ്ഗാൻ വിട്ടു. സൈനികർ മാത്രമല്ല, വരും ദിവസങ്ങളിൽ US പോർവിമാനങ്ങൾ അടക്കമുള്ള സൈനിക സാമഗ്രികളും അഫ്ഗാനിൽ നിന്ന് മാറ്റുകയാണ്. ഇനി കാബൂൾ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ സുരക്ഷയും എംബസികളുടെ സുരക്ഷയുമൊക്കെ എങ്ങനെയാവും നിയന്ത്രിക്കുക? ഇക്കാര്യത്തിൽ ആർക്കും ഒരെത്തും പിടിയുമില്ല. നാറ്റോ അംഗമായ തുർക്കിയുടെ 100 കണക്കിന് സൈനികരാണ് ഈ വിമാനത്താവളങ്ങൾക്ക് ഇപ്പോൾ കാവൽ നിൽക്കുന്നത്. അവർ തുടരുമോ എന്ന കാര്യത്തിലും ഒരുവിധ വ്യക്തതയുമില്ല. ആവശ്യത്തിന് സുരക്ഷയില്ലെങ്കിൽ തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ പറത്തണ്ട എന്നാണ് മിക്കവരും തീരുമാനമെടുത്തിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ എംബസികളുടെ പ്രവർത്തനവും അവതാളത്തിലാകാനുള്ള എല്ലാ സൂചനയും കണ്ടു തുടങ്ങി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ കടുത്ത നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു. US സേനാ ജോലികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഫ്ഗാൻ മണ്ണിലുള്ളത് ഏകദേശം 17,000-ഓളം വിദേശ കരാർ ജോലിക്കാരാണ്. അവരൊക്കെ ആ മണ്ണ് വിടുന്നു. ഇതിൽ തന്നെ 6,000 പേരോളം US പൗരന്മാർ തന്നെ. US താവളങ്ങളിലെ വിവിധ നിർമ്മാണ ജോലികൾ ഇവരാണ് മേൽനോട്ടം വഹിക്കുന്നത്. 2010 ശേഷം നടന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ അഫ്ഗാനിൽ മരിച്ചു വീണത് 1 ലക്ഷത്തിൽ പരം ആളുകളാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ അഫ്ഗാൻ സൈനിക നടപടികൾക്കിടെ US-ന് നഷ്ടമായത് 3400 സൈനികർ. US സൈനികർ പിൻവാങ്ങുന്നതോടെ കൂടി വന്നാൽ അഫ്ഗാൻ സർക്കാർ ഇനി നിലനിൽക്കുക 1 വർഷത്തോളം. 6 മാസത്തിനുള്ളിൽ ഒരുപക്ഷെ അഫ്ഗാൻ സർക്കാർ നിലംപൊത്തും. ഇക്കാര്യം ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് US രഹസ്യാന്വേഷണ വിഭാഗം തന്നെയാണ്. അഷ്റഫ് ഘാനി സർക്കാർ ഒരു 2 വർഷമെങ്കിലും തുടർന്നേക്കുമെന്നായിരുന്നു നേരത്തെ അമേരിക്ക കണക്കുകൂട്ടിയിരുന്നത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. അമേരിക്ക പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ നേരത്തെ തന്നെ താലിബാൻ അഫ്ഗാൻ മണ്ണിൽ അധികാരം പിടിച്ചെടുക്കും. അൽ-ഖ്വയ്ദ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ വീണ്ടും ശക്തി പ്രാപിക്കും എന്ന സംശയവും ഇപ്പോൾ ശക്തിപ്പെടുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ അയൽ രാജ്യങ്ങളായ തജിക്കിസ്ഥാൻ, കസഖ്സ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളൊക്കെ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ ശക്തിപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല.
ദശകങ്ങളായി താലിബാനെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ മണ്ണിൽ അമേരിക്ക ഇനി സൈനിക താവളം ശക്തിപ്പെടുത്തും എന്ന് വിശ്വസിക്കുകയും പ്രയാസം. താലിബാനെ പിന്തുണയ്ക്കുന്ന നയം തന്നെയായിരുന്നു എക്കാലത്തും പാകിസ്ഥാൻ സ്വീകരിച്ചു പോന്നത്. അതുകൊണ്ട് തന്നെ പാക് അതിർത്തിയിലും US സൈനിക താവളങ്ങൾക്ക് ഇനി അവസരമില്ല എന്ന് ലോകം കരുതുന്നു. അഫ്ഗാൻ വ്യോമസേനയുടെ കരുത്ത് സമീപകാലത്ത് ഉയർത്തിയെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും താലിബാനോട് പൊരുതാൻ അവർക്ക് ശേഷിയില്ല. US-ഉമായുള്ള ആ പഴയ ട്രംപിന്റെ കരാറിൽ അഫ്ഗാൻ മണ്ണിൽ അൽ-ഖ്വയ്ദ പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇടമൊരുക്കില്ല എന്ന് താലിബാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ US-ന് അതിൽ ഒട്ടും വിശ്വാസമില്ല. അൽ-ഖ്വയ്ദ താലിബാനെ സംബന്ധിച്ച് എക്കാലത്തും തങ്ങളുടെ സഹോദര സംഘടന തന്നെയാണ്. അൽ-ഖ്വയ്ദ അംഗങ്ങളിൽ നല്ലൊരു വിഭാഗം ഇപ്പോൾ താലിബാന്റെ ഭാഗമാണ്. അവരെ വേർതിരിക്കുക വളരെ പ്രയാസകരം. US സേനാ പിന്മാറ്റം പൂർണ്ണമാകുന്നതോടെ അഫ്ഗാൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിന് കൂടുതൽ അൽ-ഖ്വയ്ദ പോരാളികൾ എത്തിച്ചേരും. US സേനാ പിന്മാറ്റം നേരിടുന്നതിൽ അഫ്ഗാൻ സർക്കാർ കരുത്തുറ്റവരാണ് എന്ന് നേരത്തെ അമേരിക്ക പറഞ്ഞിരുന്നു. അതൊക്കെ വെറും തൊടുന്യായങ്ങൾ മാത്രമാണ്. നിലവിൽ അഫ്ഗാനിസ്ഥാന്റെ പകുതിയോളം താലിബാൻ കീഴടക്കിയിരിക്കുന്നു. അവർ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു മുഴുവൻ അഫ്ഗാൻ മണ്ണും കൈയടക്കാൻ. അഫ്ഗാനിസ്ഥാനിലെ 1/3 പ്രദേശങ്ങൾ അവരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ്. അവിടെ അഫ്ഗാൻ സർക്കാരിന് കാര്യമായതൊന്നും ചെയ്യാനും കഴിയുന്നില്ല. അമേരിക്ക പിൻവാങ്ങുന്നതോടെ ഇപ്പോൾ തലതാഴ്ത്തിയിരിക്കുന്ന ഭീകര സംഘടനകളൊക്കെ കത്തിയാളും. കൂടുതൽ കരുത്തോടെ അവർ അധികാരത്തിലെത്തും. താലിബാനുമായി ട്രംപ് ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ അൽ-ഖ്വയ്ദ തീവ്രവാദികൾ തങ്ങളുടെ മാളങ്ങളിൽ ഒളിച്ചിരുന്നു. അവരൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വരുന്ന കാഴ്ച ലോകം കാണുന്നു. ഏത് നിമിഷം വേണമെങ്കിലും താലിബാൻ കാബൂൾ പിടിച്ചടക്കിയേക്കാം. അതോടെ സ്ഥിതിഗതികളെല്ലാം മാറിമറിയും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹഖാനി ഗ്രൂപ്പ് വഴിയാണ് താലിബാൻ നിലവിൽ അൽ-ഖ്വയ്ദ സംവിധാനവുമായി ആശയവിനിമയം നടത്തുന്നത്. അഫ്ഗാനിലെ IS വിഭാഗമാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. അഫ്ഗാൻ IS-ൽ പരമാവധി 3000 അംഗങ്ങൾ വരെ ഉണ്ടായേക്കാം എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലയിരുത്തലും. US-ഉം താലിബാനുമായി ഖത്തറിൽ ദോഹയിൽ നടന്ന ചർച്ചകളിൽ ഒരിടത്ത് പോലും അഫ്ഗാൻ സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നില്ല. US പിന്മാറ്റം അഫ്ഗാൻ സർക്കാർ ഭയപ്പെട്ടിരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണിത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ US പൂർണ്ണമായും തങ്ങളുടെ സേനാ പിന്മാറ്റം മാത്രമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഒരു തലത്തിലും അഫ്ഗാനിലെ ജനങ്ങളെയോ സർക്കാരിനെയോ അവർ മനസ്സിൽ പോലും കണക്കുകൂട്ടിയില്ല. ഏറെ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കു ശേഷം ഒടുവിൽ കരാറിലെത്തിയെങ്കിലും താലിബാൻ വെടിനിർത്തൽ തുടർന്നില്ല എന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഒരു കരാർ നിലവിൽ വരുത്തി ലോകത്തിനു മുന്നിൽ മുഖം രക്ഷിച്ച് ഓടിയൊളിക്കുകയായിരുന്നു അമേരിക്കയെന്ന് വ്യക്തം. ഒരുപാട് വിമർശനങ്ങൾ അമേരിക്കയിൽ നിന്ന് തന്നെ സർക്കാരിന് നേർക്ക് വന്നിരുന്നു. എന്തിനാണ് തങ്ങളുടെ സൈനികരെ ഇങ്ങനെ അഫ്ഗാൻ മണ്ണിലെത്തിച്ച് വീരമൃത്യു വരിപ്പിക്കുന്നതെന്ന്. ഇന്ത്യ ഭയപ്പെടേണ്ട ചില വസ്തുതകളുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കുവെക്കുന്നത് 1600 മൈലാണ്. ഇപ്പോൾ തന്നെ അഫ്ഗാനികളായ ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ പാകിസ്ഥാനിലുണ്ട്. ഇന്ത്യ വിരുദ്ധ സമീപനം തന്നെയാണ് എക്കാലത്തും താലിബാന്റെ തുറുപ്പ് ചീട്ട്. മുമ്പൊരിക്കൽ ഒരു ഇന്ത്യൻ വിമാനം തട്ടിയെടുക്കുന്നതിൽ പോലും അന്ന് കണ്ടഹാറിൽ താലിബാൻ വിജയിച്ചിരുന്നു. ഇന്ത്യ വിരുദ്ധ താലിബാൻ ഭരണകൂടം അഫ്ഗാൻ മണ്ണിൽ അധികാരത്തിലെത്തിയാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശം പകരുന്ന സ്ഥിതിവിശേഷമുണ്ടാക്കും. കൂടുതൽ കരുത്തോടെ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനും ഒരുമിച്ച് നിന്നേക്കും. അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിനും വികസനത്തിനുമൊക്കെ ഇന്ത്യ ഏറ്റവും സജീവമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രതിരോധ രംഗത്ത് അഫ്ഗാൻ ഭരണകൂടവുമായി ഒരു ഉറച്ച ബന്ധത്തിലേക്ക് ഇന്ത്യ ഒരിക്കലും കടന്നിട്ടുമില്ല. താലിബാൻ നേതൃത്വവുമായി ആശയവിനിമയത്തിന് ഇന്ത്യ താൽപ്പര്യപ്പെടുന്നുവെന്ന ഒരു മാധ്യമ റിപ്പോർട്ട് ജൂണിൽ വന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് പൂർണ്ണമായും നിഷേധിച്ചു. തീവ്രവാദ സംഘടനകളുമായി ഇന്ത്യ ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്കില്ല എന്ന നയം വ്യക്തമാക്കി. ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ US നാറ്റോ സേന അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ച് താലിബാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. 20 വർഷം നീണ്ട അധിനിവേശം US-നും ഒടുവിൽ ഒരു നഷ്ടക്കച്ചവടമായി മാറുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US പിൻവാങ്ങുമ്പോൾ താലിബാൻ കാബൂൾ ലക്ഷ്യമാക്കി നീങ്ങുന്ന അപൂർവ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
നീണ്ട 20 വർഷം ഭരണത്തിന് പുറത്തു നിർത്തി താലിബാനെ തകർക്കാൻ ശ്രമിച്ചിട്ടും അവർ തകർക്കപ്പെട്ടില്ല എന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുന്നു. കാബൂളിൽ നിന്ന് വടക്ക് 60 കിലോമീറ്റർ ദൂരത്തുള്ള ബാഗ്രാം വ്യോമത്താവളമായിരുന്നു കഴിഞ്ഞ 20 വർഷക്കാലമായി US സേനയുടെ അഫ്ഗാൻ ആസ്ഥാനം. പാശ്ചാത്യ അധിനിവേശത്തിന്റെ പ്രതീകം എന്ന നിലയ്ക്കായിരുന്നു ഈ പ്രദേശത്തെ ലോകം കണ്ടിരുന്നത്. ഒടുവിൽ US സൈന്യം അഫ്ഗാൻ സൈന്യത്തിന് ഇക്കഴിഞ്ഞയാഴ്ച ഈ വ്യോമത്താവളം പൂർണ്ണമായി കൈമാറി. ലോകത്തിലെ ഏറ്റവും ശക്തമായ 3 നിര സുരക്ഷാ സംവിധാനങ്ങളുള്ള റൺവേ, ബാരക്കുകൾ, കൺട്രോൾ ടവറുകൾ, ആശുപത്രികൾ എന്നിവയടക്കം സുസജ്ജമാണ് ഈ വ്യോമത്താവളം. 2001 നവംബറിൽ താലിബാൻ ഭരണകൂടത്തെ താഴെയിറക്കി US സഖ്യസേന അഫ്ഗാൻ പൂർണ്ണമായി പിടിച്ചെടുക്കുമ്പോൾ ബാഗ്രാമിൽ ന്യൂയോർക്കിൽ അൽ-ഖ്വയ്ദ ആക്രമണങ്ങളിൽ തകർന്ന ഇരട്ട ഗോപുരത്തിന്റെ അവശിഷ്ടങ്ങളിലൊന്ന് കുഴിച്ചിടുകയുണ്ടായി, തങ്ങളുടെ വിജയത്തിന്റെ ഒരു പ്രതീകമെന്നോണം. അഫ്ഗാൻ യുദ്ധത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ജോർജ് ബുഷ് തന്നെയായിരുന്നു പ്രസിഡന്റ്. CIA കുപ്രസിദ്ധമായ തടങ്കൽ പാളയമെന്നായിരുന്നു അന്ന് ബാഗ്രാം അറിയപ്പെട്ടിരുന്നത്. തീവ്രവാദികളായി US സൈന്യം തടവിലാക്കിയവർക്ക് കഠിനമായ പീഡനമുറകൾ പ്രയോഗിച്ചതിന്റെ വിവരങ്ങൾ പിന്നീട് ഈ ബാഗ്രാമിൽ നിന്ന് തന്നെ പുറത്തു വന്നു. 2001 സെപ്റ്റംബർ 11 അൽ-ഖ്വയ്ദ തീവ്രവാദികൾ ന്യൂയോർക്കിൽ ഭീകരാക്രമണം നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് കുതിച്ചത്. അൽ-ഖ്വയ്ദ തലവൻ ഉസാമ ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്നു എന്ന കൃത്യമായ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഈ നീക്കം. പിന്നീട് 2001 ഒക്ടോബർ 7 ലോകത്തെ നടുക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ അഫ്ഗാനിൽ ആരംഭിച്ചു. 2001 ഡിസംബറിൽ തന്നെ ബിൻ ലാദൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന തോറാബോറ ഗുഹകൾ അടിച്ചു തകർക്കുന്നതിൽ അമേരിക്ക വിജയിച്ചു. എന്നാൽ അതിർത്തിയിൽ നിന്ന് അതിവിദഗ്ധമായി ബിൻ ലാദൻ പാകിസ്ഥാനിലേക്ക് കടന്നുകളഞ്ഞു. നീണ്ട 10 വർഷങ്ങൾ ഒടുവിൽ 2011 മെയ് 1 ഉസാമ ബിൻ ലാദനെ പാകിസ്ഥാനിലെ ഒളിത്താവളം ആക്രമിച്ച് US പ്രത്യേക കമാൻഡോ സംഘം വധിച്ചു. അതിന് തൊട്ടു പിന്നാലെ അഫ്ഗാനിലെ US സഖ്യസേനാ സാന്നിധ്യത്തിന്റെ എണ്ണം 1 ലക്ഷമാക്കി ഉയർത്തി. എല്ലാ കാലത്തും അഫ്ഗാനിസ്ഥാന് സുരക്ഷയൊരുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോൾ ലോകം പലതും തിരിച്ചറിയുന്നു, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ. നാളുകളിൽ പാകിസ്ഥാനും താലിബാനും ഒക്കെ ചേർന്ന് ഒരുപക്ഷെ ഇന്ത്യയുടെ നേർക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടേക്കാം. ഇതുവരെ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ തളർത്തിയെറിഞ്ഞത് അമേരിക്കയുടെ ആ നീക്കം തന്നെയായിരുന്നു. അമേരിക്കയെ നിരന്തരം കുറ്റം പറയുന്നവർ ഇക്കാര്യങ്ങൾ മനസ്സിലോർക്കുക. താലിബാനും അൽ-ഖ്വയ്ദയുമൊക്കെ എക്കാലത്തും ഇന്ത്യക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന തീവ്രവാദ സംഘടനകൾ തന്നെയാണ്. തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാൻ നമ്മളുടെ മുഖ്യ ശത്രു ആയിരിക്കുന്നിടത്തോളം കാലം അവരൊക്കെ പലതരത്തിൽ ഇന്ത്യയിലേക്ക് ആക്രമണങ്ങൾ തിരിച്ചുവിടും. അമേരിക്ക ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അത്തരം അവസരങ്ങളിലൊക്കെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.